ഗുഡ് ഈവനിങ്. അമേരിക്കയിലുള്ളവർക്ക് പതിവ് പോലെ ഗുഡ് ഈവനിങ്, ഇന്ത്യയിലുള്ളവർക്ക് ഗുഡ് മോർണിംഗ്. ഓക്കെ, ദൈവം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് അവസരം തരാനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മൾ ഓരോ ദിവസവും വളരെ പ്രയാസമുള്ള വാർത്തകളാണ് കേൾക്കുന്നത്. പലരും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളെ നെൽത്തിരിക്കാൻ സമയത്ത് കടന്നു പോകുന്നു. എപ്പോഴും നമ്മൾ മോശമായ വിപരീതമായ വാർത്തകളാണ് കേൾക്കുന്നത്. അല്ല, ഇതിന്റെ എല്ലാം കാർമേഘത്തിനുള്ളിൽ ഒരു മിന്നും സൂര്യശോഭ പോലെ എന്ന് പറയുന്ന പോലെ നമുക്കൊരു പ്രത്യാശയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് സംഭവിച്ചാലും യേശു ക്രിസ്തു നമ്മളെ പരിപാലിക്കും, അതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നുള്ള യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ആഴ്ച 10ാം അധ്യായത്തിൽ ഒന്ന് പഠിച്ചു. മേരിക്ക് ഒരു വ്യക്തികൾ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതെന്റെ 10ാം അധ്യായത്തിലേക്ക് പോകുന്നില്ല, സമയം കുറവായതുകൊണ്ട്. ഇന്ന് 11ാം അധ്യായത്തിലേക്ക് പോകാനാണ് താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് 11ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള 11ാം അധ്യായം വായിക്കുക, എന്നിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. വെളിപ്പാട് പുസ്തകം 11ാം അധ്യായം. പിന്നെ ദണ്ണ് പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി. കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക. അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 മാസം ചവിട്ടും. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ രട്ടുടുത്തുകൊണ്ട് 1210 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവ് വൃക്ഷവും 2 നിലവിളക്കും ആകുന്നു. ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാൻ ഇച്ഛിച്ചാൽ അവരുടെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദഹിപ്പിച്ചു കളയും. അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും. അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ വണ്ണം ആകാശം അടച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട്. വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ഛിക്കുമ്പോഴൊക്കെയും സകല ബാധ കൊണ്ടും ഭൂമിയെ ദണ്ഡിപ്പിപ്പാനും അധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിൻ്റെ വീഥിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വെപ്പാൻ സമ്മതിക്കയില്ല. ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ഡിപ്പിച്ചതുകൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം സന്തോഷിച്ച് ആനന്ദിക്കുകയും അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. 3.5 ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവശ്വാസം അവരിൽ വന്ന് അവർ കാൽ ഊന്നി നിന്ന് അവരെ കണ്ടവർ ഭയപരവശരായി തീർന്നു. ഇവിടെ കയറി വരുവീൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ട് അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. നഗരത്തിൽ 10-1 ഇടിഞ്ഞു വീണു. ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി. ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു. 2ാമത്തെ കഷ്ടം കഴിഞ്ഞു. 3ാമത്തെ കഷ്ടം വേഗം വരുന്നു. 7ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ലോകരാജ്യത്വം നമ്മുടെ കർത്താവിനും അവൻ്റെ ക്രിസ്തുവിനും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നേക്കും വാഴും എന്ന് സ്വർഗത്തിൽ ഒരു മഹാഘോഷമുണ്ടായി. ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 മൂപ്പന്മാരും കവിണു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്, സർവശക്തിയുള്ള കർത്താവായ ദൈവമേ, ഇരിക്കുന്നവനും ഇരുന്നവനുമായുള്ളവേ, നീ മഹാശക്തി ധരിച്ചു വാഴുകയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജാതികൾ കോപിച്ച് നിൻ്റെ കോപവും വന്നു. മരിച്ചവരെ ന്യായം വിധിപ്പാനും നിൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിൻ്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിപ്പാനുമുള്ള കാലവും വന്നു. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു. അവൻ്റെ നിയമപ്പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. താങ്ക് യു, അപ്രീഷിയേറ്റ് വെരി മച്ച്. ഇത് മനസ്സിലാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.
ഒരു ദീർഘമായ ഇടവേളയിൽ നാം വളരെ ഇരുണ്ട ഒരു ചിത്രത്തിന്റെ വർണ്ണാഭമായ മറുവശമാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ കാണുന്നത്. പൂർത്തീകരിക്കാൻ പോകുന്ന മർമ്മത്തിന്റെ കാര്യം നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ഒന്നുകൂടെ ഇത് വായിച്ചതിലുണ്ട്. ഇവിടെ ഇപ്പോൾ വരാൻ പോകുന്ന സന്ദേശവാഹരെ കാണുന്നുണ്ട് ഈ അധ്യായത്തില്. ഒരു സാക്ഷ്യമില്ലാത്ത ദൈവം ഒരിക്കലും തന്റെ ദൗത്യം നൽകുകയില്ല. കാലം എത്രമാത്രം ദുഷിക്കുന്നുവോ അത്രമാത്രം ശക്തമായിരിക്കും സാക്ഷ്യം. ജലപ്രളയത്തിന് മുമ്പ് ദൈവം ഹാനോക്കിനെയും നോഹയെയും എഴുന്നേൽപ്പിച്ചു. ഇസ്രായേലിന്റെ ആത്മീയ അധപ്പതന കാലഘട്ടത്തിൽ ദൈവം ഏലിയാവിനെയും ഏലിശയെയും എഴുന്നേൽപ്പിച്ചു. യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് ആരെയാണ് സാക്ഷിയായിട്ട് ദൈവം എഴുന്നേൽപ്പിച്ചത്? യോഹന്നാൻ. താങ്ക് യു. ഇപ്പോഴും നമ്മള് യേശുവിന്റെ സാക്ഷികളാണ്. ഇപ്പോൾ ഈ 2000 വർഷമായിട്ട് നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഏറ്റക്കുറിച്ചില് പ്രത്യേകം പിന്നെ യോഹന്നാൻ സ്നാപകൻ അല്ലെ ഏലിയാവ് ഇങ്ങനെയുള്ള പ്രത്യേക ആൾക്കാരെ ഉണ്ട് എങ്കിലും നമ്മളെല്ലാവരും ഈ ശാസിന്റെ ദുഷിച്ച ആ സിസ്റ്റത്തിനെതിരായിട്ട് സാക്ഷി പറയുന്നവരാണ്. ജീവിതത്തിലും പ്രവൃത്തിയിലും നമ്മൾ യേശുക്രിസ്തുവിന്റെ സാക്ഷികളാണ്. യോസാക്ഷിക്കാരെന്ന് പറഞ്ഞ് വേറൊരു കൂട്ടരുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവാണ് യഹോവ. അപ്പൊ ഇവിടെ മശിഹായുടെ ഈ മഹാപീഡന കാലത്തെ മുന്നോടിയായി ദൈവം വീണ്ടും ഭാവിയിൽ 2 സാക്ഷികളെ അയക്കുന്നതായിട്ടാണ് നമ്മളിവിടെ വായിച്ചത്. ദൈവം തന്റെ ക്രോധം ഇപ്പോൾ ചൊരിയാൻ പോവുകയാണ്. മനുഷ്യന്റെ ദുഷ്ടതയുടെ പാനപാത്രം നിറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂർണ്ണമായിട്ടല്ല, അധർമ്മം കുറച്ചുകൂടി വർദ്ധിക്കുവാനുണ്ട്. അപ്പം കംപ്ലീറ്റ് വന്നിട്ടില്ല. അത് ലോകചരിത്രത്തിൽ എന്നും അതാണ്. ദൂഷ്യം വരുമ്പോൾ, മാലിന്യം വരുമ്പോൾ, അധർമ്മം പെരുകുമ്പോൾ ദൈവം ഇടപെടും. അതാണ് നോഹയുടെ കാലത്ത് നമ്മൾ കണ്ടത്. സർവ്വഭൂമിയെ നശിപ്പിച്ചു. അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ നമുക്ക് ചിലപ്പോൾ ഗ്രഹിക്കാൻ സാധിക്കുകയില്ല. ഹിറ്റ്ലറിന്റെ സമയത്ത് 2ാം ലോകമഹായുദ്ധം വന്നു. ഹിറ്റ്ലറിന്റെ ആ അധർമ്മം ഏറ്റവും പെരുകി വന്നത് കൊണ്ടായിരിക്കാം ദൈവം ഇടപെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവം, നമ്മൾ അധർമ്മം ചെയ്യുന്ന ആൾക്കാരെ ദൈവം ഇടപെട്ടെന്നിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കില്ല, ദൈവത്തിനെ അറിയത്തുള്ളൂ. എന്നാൽ ദൈവം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും ആദ്യം മുതലേ ആധിപത്യാന്തവിഹീനനായ ദൈവത്തിന് ആദ്യമില്ല, മധ്യവുമില്ല, അന്തവുമില്ല. എല്ലാം ഉദാഹരണം പറഞ്ഞാല് ഈ ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 12 മുതൽ 16 വരെ ഒന്ന് വായിച്ച് ആരെങ്കിലും. ജനസിസ് 15:12-16. അബ്രഹാമിന് ഇവിടെ ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് ദൈവം ആദ്യം മുതലേ ഉള്ള കാര്യങ്ങൾ അവിടെ അബ്രഹാമിനോട് വെളിപ്പെടുത്തുകയാണ്. ആരെങ്കിലും എടുത്തോ? അല്ലേ ഞാൻ വായിക്കാം. ഉൽപ്പത്തി 15-ന്റെ 12 മുതലല്ലേ? 16 വരെ. ഓക്കെ. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിന് ഒരു ഗാഠനിദ്ര വന്നു. ഭീതിയും അന്ധതമസ്സും അവൻ്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്യും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. അതാണ് ദൈവത്തിന്റെ ഒരു മെഷറിംഗ് റോഡ് എന്ന് പറയുന്നത്. അതാണ് ഈ ദൈവം അനീതിയും അധർമ്മവും ഒക്കെ അനുവദിക്കും. എന്നാൽ അതിന്റെ മൂർത്തിമൽ ഭാവത്തില്, അതിന്റെ ക്ലൈമാക്സിൽ വരുമ്പോഴാണ് ദൈവം ഇടപെടുന്നത്. 400 കൊല്ലം അവിടെ ഈജിപ്തില് അവരെ ഇസ്രായേൽ മക്കൾ പാർത്തുവെങ്കിലും അവരെ നേരത്തെ കൊണ്ടുവരാഞ്ഞത് അവിടെ ഉള്ള ആൾക്കാരെ പിന്നെ നമുക്കറിയാം. ജോഷുവ അവരോട് പറയുന്നുണ്ട്, ജോഷുവയോടും പിന്നെ വന്നു കഴിഞ്ഞിട്ട് കനാനൈറ്റ്സ്, അമോറൈറ്റ്സ്, ഹീവൈറ്റ്സ്, ഹിറ്റൈറ്റ്സ്, മോവാബ്യര്, അമോനൈറ്റ്സ്, പെരിസൈറ്റ്സ്, ജബൂസൈറ്റ്സ് ഇവരെ എല്ലാവരും നശിപ്പിച്ച് കളയണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമോര്യരുടെ പാപം അതിന്റെ അത്യച്ച നിലയിൽ വരാഞ്ഞത് കൊണ്ടാണ് ദൈവം അതിന് താമസം വിട്ടത്. ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു 2ാമത് വരുന്നതിനും
ആ താമസം അതുകൊണ്ടായിരിക്കാം. ഇപ്പൊ ഈ എന്നാൽ അനീതി അതിന്റെ മൂർത്തിയ ഭാവത്തിലെത്തുമ്പോൾ ദൈവം ഇടപെടും, കർത്താവ് വരും, ഇതിന് കർട്ടൻ വരും, ഇതിനെല്ലാം സമാപ്തി ഉണ്ടായിട്ട് ഇതിനെ കണക്ക് കൊടുക്കേണ്ടി വരും. വെളിപ്പാട് 11-ാം അധ്യായം ഇവിടെ ഈ 11-ാം അധ്യായം 13-ാം അധ്യായത്തെ മുൻകൂട്ടി കാണുന്നുണ്ട്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനം, ഈ 11-ാം അധ്യായത്തിന്റെ അടിസ്ഥാനം 9-ാം അധ്യായമാണ്. 13-ാം അധ്യായത്തിൽ മൃഗത്തിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഇടവേള യഹൂദ ലോകത്തെ ബാധിക്കുന്ന 6-ാം കാഹളത്തെ കാണിക്കുന്നു. യെരുശലേമും പുതുക്കി പണിത ദേവാലയവും ആണ് ഇവിടുത്തെ രംഗം. 3-ാം ദേവാലയം. അപ്പൊ ഇവിടുത്തെ ഈ ദേവാലയം എത്രാമത്തെ ദേവാലയമാണ് ഇവിടെ ഈ പണിയാൻ പോകുന്നത്? ഇനി ഇപ്പൊ അന്തിക്രിസ്തുവിന്റെ കാലത്തെ ട്രിബുലേഷനിൽ പണിയുന്ന 3-ാമത്തെ ടെമ്പിളാണ്. ഇപ്പൊ 2 ടെമ്പിളാണല്ലോ ഉള്ളത് നേരത്തെ ഇതുവരെ ഉള്ളത്. എന്നാൽ 3-ാമത്തെ ടെമ്പിള് പണിതിട്ടില്ല. അന്തിക്രിസ്തുവിന്റെ ആ സമയത്താണ് പണിയുന്നത്. 4-ാമത്തെ ടെമ്പിൾ ഏത് സമയത്താണ് പണിയുന്നത്? മില്ലിനിയത്തിലോ? മില്ലിനിയത്തില് ആണ് 4-ാമത്തെ. ഈ പല ഭാഗത്ത് ഈ ടെമ്പിളിനെ കുറിച്ച്, ദേവാലയത്തെ കുറിച്ച് പറയുമ്പം കൺഫ്യൂഷൻ ഉണ്ട്. അത് ഈ ഡ്യുവൽ ആപ്ലിക്കേഷൻ ഉണ്ട്. നിവൃത്തിയായ കാര്യങ്ങളുണ്ട്, നിവർത്തിക്കാൻ ഇരിക്കുന്നതുണ്ട്. ഇത് ശരിക്കും പഠിച്ചില്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആകും. അത് പ്രശ്നമല്ല. അത് ശരിക്കും മനസ്സിലായാലും നമ്മുടെ ആത്മീയ ജീവിതത്തെ അതിന് തടസ്സമായിട്ടിരിക്കുന്നില്ല. എന്നാൽ ഇവിടെ ഈ ന്യായാധികളെല്ലാം യോഹന്നാൻ ഇത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പം കാഴ്ചക്കാരനായിട്ടിരിക്കുകയായിരുന്നു യോഹന്നാന്, അപ്പസ്തോലന്. എന്നാൽ ഇപ്പോൾ ന്യായവിധി നടക്കുന്നതിൽ യോഹന്നാന് പങ്കുചേരേണ്ടി വരുന്നു. ദേവാലയവും അതിന്റെ പ്രകാരം അളക്കുവാന് അവനോട് ആവശ്യപ്പെടുന്നു. എന്നിട്ട് ദണ്ട് കൊടുത്തുകയാണ്. യോഹന്നാനോടാണ് അളക്കുവാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദണ്ട് എന്നത് അളവിന് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി പഴയ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നുണ്ട്. ദേവാലയവും യാഗപീഠവും അളക്കുന്നതിലൂടെ അവരുടെ എണ്ണത്തെയും കരുതലിനെയും ദൈവം അവർക്ക് കൊടുക്കുന്ന സ്വീകാര്യതയെയും കാണിക്കുന്നു. ശക്തി, ഉറപ്പ്, കൃത്യത മുതലായവയാണ് ഈ ദണ്ട് അല്ലെങ്കിൽ കോല്, അളവുകോല് കാണിക്കുന്നത്. ദേവാലയവും യാഗപീഠവും ആരാധകരെയും അളന്ന് യഹൂദ ആരാധന നീക്കപ്പെട്ടതിന്റെയും ഭാവിയിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതിന്റെയും ഇടയ്ക്കാണ് ക്രിസ്തീയ ആരാധന. അപ്പം നമുക്കറിയാമല്ലോ, പഴയ നിയമകാലത്ത് യഹൂദന്മാർക്ക് ആരാധിക്കുന്നതിന് എന്താണ് ആവശ്യമുള്ളത്, അത്യാവശ്യമായിട്ടുള്ളത്? യാഗപീഠം വേണം, പുരോഹിതൻ വേണം. ഇപ്പോഴും സിനഗോഗാണ് ഇപ്പൊ ഉള്ളത്. പക്ഷേ ഇപ്പം ദേവാലയം ഇല്ലല്ലോ. ദേവാലയം എന്നാണ് നശിച്ചത്? AD 70 ചുട്ട് കളഞ്ഞു. അപ്പം ഈ ഭാവിയിലും ട്രിബുലേഷൻ, ഈ മഹാപീഡന സമയത്തും അവർ ടെമ്പിൾ പണിയുന്നത് എന്തിനാ? അവരുടെ ആരാധന യാഗങ്ങൾ കഴിക്കാൻ. ഇപ്പം അവർക്ക് ആ രീതിയിൽ പഴയ നിയമത്തിലെ ആരാധന ഇപ്പൊ സിനഗോഗിൽ കൂടി വരുന്നുവെങ്കിലും അത് വേറൊരു രീതിയിലാണ്, മോഡിഫൈ ചെയ്ത രീതിയിലാണ്. യഥാർത്ഥ ആരാധന അവർക്ക് അവിടെ അവരുടെ ദേവാലയം വേണം, അവിടെ യാഗങ്ങൾ കഴിക്കണം, അവരുടെ പഴയ നിയമത്തിലെ ആ റിച്വല് കാര്യങ്ങളെല്ലാം ചെയ്തു. അതാണ്. എന്നാൽ ഇപ്പൊ ഇതിന്റെ ഭാവിയിൽ ഇതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് AD 70 അത് കത്തിച്ചു പോയി. ഭാവിയില് മഹാപീഡന സമയത്ത് ഇതിനിടയ്ക്കുള്ള സമയമാണ് നമ്മള് ക്രിസ്ത്യാനികള്. അപ്പം യഹൂദന്മാരെ പോലെ നമുക്കൊരു ആരാധന കേന്ദ്രം ഉണ്ടോ? നമ്മുടെ ആരാധന വിശ്വസ്ഥലം ഏതാണ്? നമ്മൾ എവിടെ കൂടിയാലും അവിടെ നമ്മൾ ആരാധിക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് ക്രിസ്തീയ വിശ്വാസം, നമ്മളെല്ലാം ആലയമാണ്, വിശ്വാസികള് പിന്നെ ദൈവത്തിന്റെ ആലയമാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ അതിവിശ്വസ സ്ഥലം എന്ന് പറയുന്നത് സ്വർഗമാണ് അതിവിശ്വസ സ്ഥലം. നമ്മൾ അവിടാണ് ആരാധിക്കുന്നത്. യോഹന്നാൻ 4:21-24 ഒന്ന് വായിച്ചാട്ടെ. സമയം കുറവ് ഉള്ളത് കൊണ്ട് യോഹന്നാൻ 4 അത് മനസ്സിലാക്കി പോകുന്നത് നല്ലതായിരിക്കും. ധൃതി പോകുന്ന ഭേദം. യോഹന്നാന്റെ സുവിശേഷം 4:21-24 വരെ. യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരുശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. 23 വായിക്കണോ? 24 വരെ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു.
ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മൾ പ്രാർത്ഥിക്കുന്ന നമുക്ക് ദേവാലയത്തിന്റെ ആവശ്യമില്ല. നമ്മൾ 2-3 പേർ ഇവിടെ കൂടിയാലും നമുക്ക് ദേവാലയത്തിന്റെ ആവശ്യമില്ല. നമുക്ക് മഹാപുരോഹിതന്റെ ആവശ്യമുണ്ടോ? ഇല്ല ഇല്ല. നമ്മുടെ മഹാപുരോഹിതൻ ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇപ്പം 2-3 പേര് മത്തായി സുവിശേഷത്തിൽ കാണുന്നത് എവിടെ കൂടി വന്നാലും അവരുടെ മധ്യം ഉണ്ടെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ മധ്യസ്ഥൻ കർത്താവായി. നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്ന പിതാവായ ദൈവത്തിനോടാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതെ, നാമത്തിൽ പരിശുദ്ധാത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ത്രിത്വത്തെ അവളെ നമ്മുടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊരു മധ്യസ്ഥന്റെ ആവശ്യമില്ല, ഇടനിലക്കാരന്റെ ആവശ്യമില്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം അതാണ് ആത്മാവിടെ അത് ഞാൻ നേരത്തെ പ്രസ്താവിച്ചതാണ് ഒരു ക്ലാസ്സില്. നിക്കോദേമസ് പഴയ നിയമത്തിലെ ഡോക്ടറേറ്റ് ഉള്ള ആളാണ്. പക്ഷേ നിക്കോദേമസിനെ യേശു ക്രിസ്തു കണ്ടപ്പോൾ രാത്രി ചെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ജനിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത്രയും വേദവസ്തു അറിയാവുന്ന പഴയമോ അറിയാവുന്ന ആളിനോട്. എന്നാൽ ഈ ശമര്യ സ്ത്രീ 5 ഭർത്താവ് ഉണ്ടായിരുന്ന ശമര്യ സ്ത്രീയോട് എങ്ങനെ ആരാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ അർത്ഥം എന്തെന്നാൽ ആ ശമര്യ സ്ത്രീയുടെ ആ ആത്മാർത്ഥത, ആ ദൈവത്തോടുള്ള സ്നേഹം, സമർപ്പണം അത് യേശു ക്രിസ്തുവിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ ഗഹനമായ കാര്യം ആ സ്ത്രീയോട് തന്നെ പറഞ്ഞത്. ആത്മാവിനും സത്യത്തിലും ആരാധിക്കുന്നു. അതാണ് ഈ ജൂതന്മാർക്ക് ടെമ്പിൾ കൊണ്ടേലേ പറ്റൂ. ഇന്ന് അതിന് പകരം മോഡിഫൈ ചെയ്താണ് സിനഗോഗിൽ വേറെ ചില രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നത്. എപ്പോഴായാലും 10:19 മുതൽ 25 കൂടെ ഒന്ന് വായിച്ചാൽ അതിനോടനുബന്ധിച്ച് നമ്മളത് മനസ്സിലാക്കി പോകുന്നത് ടെമ്പിളും ദേവാലയവും നമ്മുടെ തമ്മിലുള്ള വ്യത്യാസം. എബ്രായർ 10:10-19-25. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. അപ്പൊ ഇവിടെ ഇത് നമ്മൾ മനസ്സിലാക്കുന്ന പഴയ നിയമ ദേവാലയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിപരിശുദ്ധ സ്ഥലത്ത് മഹാപുരോഹിതന് മാത്രം അത് ആണ്ടിൽ ഒരിക്കൽ മാത്രമേ ചെല്ലുവാൻ സാധ്യമായിരുന്നുള്ളൂ. അത് ജനങ്ങളുടെ പാപത്തിനും ആ മഹാപുരോഹിതന്റെ പാപത്തിനും പരിഹാരം വന്നതിന് ശേഷം അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ചെല്ലുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതേസമയത്ത് ആ തിരശ്ശീല കൊണ്ടാണ് അതിനെ മറച്ചിരുന്നത് അതിപരിശുദ്ധ സ്ഥലത്തെ. എന്നാൽ യേശുവിന്റെ ദേഹം എന്ന തിരശ്ശീല മൂലം അതിപരിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ സ്ഥലത്തേക്ക് സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയിരിക്കുകയാണ്. അതാണ് നമ്മൾ പഴയ നിയമകാലത്തെയും ഭാവിയിലെയും വെച്ച് നോക്കുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക്, പുതിയ നിയമ വിശ്വാസികൾക്ക് ഏറ്റവും വലിയ പ്രിവിലേജ് ആണ് ദൈവം തന്നിരിക്കുന്നത്. ഈ 6000 കൊല്ലത്തെ ചരിത്രത്തിൽ ദൈവം ഇടപെടുന്ന എല്ലാ യുഗങ്ങളിലും നമ്മൾ ക്രിസ്തു സഭയ്ക്ക് യേശു ക്രിസ്തുവിനെ മണവാട്ടിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവമക്കൾക്ക് ആ യേശു ക്രിസ്തു കൂടെ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ ആ യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന ചിത്രയിൽ കൂടെ നമുക്ക് അവിടെ പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ യോഹന്നാന് ഇവിടുത്തെ അളക്കുന്നത് ഒരു സ്ഥലം, ഇത് അളക്കുന്നതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ നാട്ടിൽ അറിയാമല്ലോ, നമ്മൾ വസ്തുവൊക്കെ വാങ്ങാൻ നേരത്തെ അതിന് മുമ്പ് ഒരു ആളിനെ വിട്ടതെല്ലാം അളന്ന് അതിന്റെ അതിരുകളെല്ലാം അടയാളപ്പെടുത്തും. അത് നമ്മുടെ പൊസഷൻ, നമ്മുടെ അവകാശത്തെയാണ് കാണിക്കുന്നത്. സെക്കറിയ പ്രവചനം 2-ാം അധ്യായത്തില് അളവുകോല് പഴയ പല ഭാഗത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും. കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനോട് പ്രവാചകൻ ചോദിക്കുന്നു, നീ എവിടെ പോകുന്നുവെന്ന്. യെരുശലേമിന്റെ വീതി നീളവും എന്ത് അറിയുന്നതിന് അളക്കുവാൻ പോകുന്നു എന്നതായിരുന്നു അതിന്റെ ഉത്തരം. സെക്കറിയ പ്രവചനം 2:4 മുതൽ 5 വരെ ഒന്ന് വായിച്ചായിട്ട് 2:1 മുതൽ 5 വരെ വായിച്ചു. സെക്കറിയ പ്രവചനം 2:1 മുതൽ 5 വരെ വായിച്ചാല് ഞാൻ പിന്നെയും താഴോക്കി നോക്കിയപ്പോൾ കയ്യിൽ അളവുനൂൽ പിടിച്ചിരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു. നീ എവിടേക്ക് പോകുന്നു എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ, ഞാൻ യെരുശലേമിനെ അളന്ന് അതിന്റെ വീതി എന്തെന്നും നീളം എന്തെന്നും നോക്കുവാൻ പോകുന്നു എന്ന് എന്നോട് പറഞ്ഞു. എന്നാൽ എന്നോട് സംസാരിക്കുന്ന ദൂതൻ പുറത്തു വന്നു.
അവനെ എതിരേൽക്കുവാൻ മറ്റൊരു ദൂതനും പുറത്തു വന്ന് അവനോട് പറഞ്ഞത്, നീ വേഗം ചെന്ന് ഈ ബാല്യക്കാരനോട് സംസാരിച്ച് യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വ നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും എന്ന് പറയുക. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. താങ്ക് യു. അപ്പം ദൈവമാണ് അവിടെ അതിനെ തുറന്നു കിടക്കുക, മതിലില്ലെങ്കിൽ ദൈവം അതിന് തീമതിലായിട്ട് അവിടെ ഇരിക്കുമെന്നാണ് കാണുന്നത് അവിടെ ദേവാലയത്തെ കുറിച്ച് കാണുമ്പോൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വടക്ക് ദേശത്തു നിന്നും അവരെ ദൈവം കൂട്ടിവരുത്തും, ഇസ്രായേലിനെ കൂട്ടിവരുത്തും അവസാന സമയത്ത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തോടെ വെളിപ്പെടുത്തുന്നത് വരെ പൂർണ്ണമായി നിറവേറില്ല. സെക്രയാവ് 2:8-9 പറയുന്നത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കൂടെ കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. നിങ്ങളെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു. അപ്പൊ ഇസ്രായേലിനെ തൊടുന്നവന് ദൈവത്തിന്റെ കൺമണിയെ തൊടുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം തന്നെ ഇവിടെ കൊളംബിയയിലും യൂണിവേഴ്സിറ്റികളൊക്കെ സ്റ്റുഡൻസ് ആണെന്നും പറഞ്ഞ് ഇന്ത്യയിൽ നിന്നും പാലസ്തീനിൽ നിന്നും ലോകത്തു നിന്നും എല്ലാം സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്. അവരെ ഹമാസിന് വേണ്ടിയിട്ട് അവിടെ പ്രകടനം നടത്തുകയാണ്, അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ ആവശ്യമില്ലാതെ ദ്രോഹിക്കുകയും ചെയ്യുന്നവരെ ദൈവം തീർച്ചയായിട്ടും അതിന് പ്രതിവിധി അവരെ ശിക്ഷിച്ചിരിക്കും. അതാണ് നമ്മൾ കാണുന്നത്. അപ്പം ദൈവത്തിന്റെ കൺമണിയെ പോലെയാണ് കാണുന്നത് ഇസ്രായേലിനെ തൊടുന്നവരെ. അങ്ങനെയാണ് ദൈവം അവരെ കുലുക്കുമെന്നാണ് പറയുന്നത്. സൈന്യങ്ങളുടെ യഹോവ എന്നെ അയച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും. സെക്രിയ സമയമില്ലാത്തതുകൊണ്ട് ഈ വായിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ സെക്രിയ പ്രവചനം സമയം കിട്ടുമ്പോൾ ഇത് നിങ്ങൾ വായിച്ചാൽ മതി. 2:11 മുതൽ 12 വരെ ആ ഭാഗങ്ങൾ കാണാം. യോഹന്നാന് ദൈവം ഈ 11-ാം അധ്യായം ദർശനമായി കൊടുത്തപ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഈ യഥാസ്ഥാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ പുറത്തെ പ്രകാരം അളക്കാതെ ഒഴിവാക്കുവാൻ യോഹന്നാനോട് ആവശ്യപ്പെടുന്നു. കാരണം അത് ജാതികൾക്ക് കൊടുത്തിരിക്കുകയാണ്. 42 മാസങ്ങൾ അവർ വിശുദ്ധ നഗരം ചവിട്ടിക്കളയും. ദാനിയേൽ 70 ആഴ്ചവട്ടത്തിലെ അവസാനം 3.5 വർഷങ്ങളായി ആയിട്ട് ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ വായിക്കുമ്പോൾ യെരൂശലേമും യഹൂദരും ദൈവത്തിൽ വീണ്ടും സ്വീകരിക്കപ്പെടുന്ന നാൾ വരെ നിവൃത്തിയാകുകയുമില്ല. അത് അവിടെ കാണുന്നുണ്ട്. ഈ ദാനിയേൽ പ്രവചനത്തിലെ ഒരിക്കൽ നമ്മൾ വായിക്കുകയാണ്. ഞാൻ പിന്നെ വായിപ്പിക്കാം. ലൂക്കോസ് 21:24 ഒന്ന് വായിച്ചാട്ടെ. 21:24 21:24 ലൂക്കോസ്. അവർ വാളിന്റെ അവർ വാളിന്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോവുകയും ജാതികളുടെ കാലം തികയുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുകയും ചെയ്യും. ജാതിയുടെ കാലം തികയത്തോളം ജാതികൾ യെരൂശലേമിനെ ചവിട്ടിക്കളയും. 42 മാസം. ജാതികളുടെ കാലം എന്നാണ് തുടങ്ങുന്നത്? ആർക്കെങ്കിലും പറയാമോ? ടൈം ഓഫ് ദി ജെന്റൈൽസ്. നെബൂഖദ്നേസറിന്റെ കാലത്താണ് ജാതികളുടെ കാലം തുടങ്ങിയത്. അപ്പം അവര് പ്രവാസമായിട്ട് കൊണ്ടുപോയി. അന്ന് മുതൽ ഇപ്പോഴും ജാതിയുടെ കാലമാണ്. അപ്പൊ ഇത് ജാതികളുടെ കാലം എന്നാ തീരുന്നെന്ന് അറിയാമോ? ഫസ്റ്റ് നെബൂഖദ്നേസർ, അവസാനത്തെ ജാതികളുടെ രാജാവ് ആരായിരിക്കും? നെബൂഖദ്നേസറാണ് ഒന്നാമത്തെ ജാതികളുടെ കാലം തുടങ്ങുന്നത്. നെബൂഖദ്നേസറിന്റെ കാലത്താണ്. കോരസ് രാജാവായിരുന്നു. നെബൂഖദ്നേസറിന്റെ കാലത്തെന്ന് പറഞ്ഞ അവസാനത്തെ രാജാവ് എന്ന് പറയുന്നത് അന്തിക്രിസ്തുവാണ്. ജാതികളുടെ ജാതികളുടെ കാലമാണ് ഇപ്പോഴും. അത് അവസാനം യേശുക്രിസ്തു വരുന്നത് വരെ അന്തിക്രിസ്തുവാണ് ലാസ്റ്റ് ജെന്റൈൽ എംപറർ. അപ്പൊ ദാനിയേൽ 9:27 പണ്ട് വായിക്കുക എന്നതിൽ ഒന്നുകൂടെ ഇപ്പൊ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിച്ചാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാകുമല്ലോ. ദാനിയേൽ 9:27 9:27 അവൻ ഒരാഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും.
താങ്ക് യു. ഇതിപ്പം ഡാനിയലിന്റെ പ്രവചനത്തെ കുറിച്ചാണ് ഇവിടെ ഇതിന്റെ ഈ പൂർത്തീകരണം വെളിപാട് പുസ്തകത്തിൽ കാണുന്നത്. ഇപ്പം നമ്മൾ നേരത്തെയും വായിച്ചായിരുന്നു ലൂക്കോസിന്റെ സുവിശേഷം. ഡാനിയലിന്റെ 70 ആഴ്ചവട്ടമായി ഈ മൃഗവും തമ്മിലും ഇസ്രായേൽ നമ്മൾ 7 വർഷക്കാലത്തെ ഒരു ഉടമ്പടിയാണ് വരുന്നത്. ഈ ആദ്യത്തെ 3.5 കൊല്ലത്തേക്ക് ഉടമ്പടി കാര്യമായിട്ട് അന്ത്യക്രിസ്തു പാലിക്കും, പ്രശ്നമൊന്നും സൃഷ്ടിക്കുകയില്ല. എന്നാൽ പകുതി കാലം കഴിയുമ്പോൾ പ്രത്യേക റഷ്യയുടെയും ഇസ്ലാം സഖ്യത്തിന്റെയും അധപ്പതനത്തോടുകൂടെ അവന്റെ നയങ്ങൾ മാറ്റം വരും. ഇപ്പൊ ഇത് ആദ്യം ഈ എസെക്കിയേൽ 38-39 നമ്മൾ പഠിച്ചതാണെന്ന് തോന്നുന്നു ആദ്യത്തെ 2-3 ക്ലാസ്സില്. അപ്പൊ പല പ്രവചന നാട്ടിൽ ഇവിടെയൊക്കെ പ്രവചിക്കുന്ന അർമ്മഗദോൻ യുദ്ധമായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണല്ല ഞാൻ അത് മനസ്സിലാക്കുന്നത്. എസെക്കിയേൽ 38-39 യുദ്ധവും ഇസ്ലാമിക് സംഘങ്ങളോട് ചേർന്ന് ഈ മഹാപീഡനത്തിന് മുമ്പ് നടക്കുന്ന യുദ്ധമാണ്. അവിടെ ഒരു കംപ്ലീറ്റ് പരാജയപ്പെട്ട് കഴിയുമ്പോൾ അന്തിക്രിസ്തു ഇസ്രായേലുമായിട്ട് സഖ്യമുണ്ടാക്കിയിട്ട് അവരെ രക്ഷിക്കാമെന്നുള്ള നിലയിൽ അവരുമായിട്ട് ഈ ടെമ്പിള് ദേവാലയം പണിയുന്നതിന് സഹായിക്കുകയൊക്കെ ചെയ്യും. എന്നാൽ 3.5 കൊല്ലം കഴിയുമ്പോഴാണ് അവര് ഈ മൃഗത്തിന്റെ അന്തിക്രിസ്തുവിന്റെ സ്വഭാവം മാറിയിട്ട് അവിടെ അവന്റെ പ്രതിമ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും അവിടെ പന്നിയെ അവിടെ യാഗം കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. 11:7 ഒന്ന് വായിച്ച റെവലേഷൻ 11:7. റെവലേഷൻ 11:7. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ഇവിടെ ഈ അവിടെ വായിക്കുന്നത് ഈ 2 സാക്ഷികളെന്ന് പറയുന്ന അവരെ കുറിച്ചാണ്. അവര് ഈ ആദ്യത്തെ 3.5 കൊല്ലമാണ് അവിടെ മിനിസ്ട്രീസ്, അവരുടെ മിനിസ്ട്രി. അപ്പോൾ അതിന് 144,000 പേരെയൊക്കെ ഒരുക്കുന്ന അവരാണ്. അവര് വളരെ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ ആ 2 സാക്ഷികളെന്ന് പറയുന്ന അവരാണ്. അപ്പം ഈ പുരാണത്തിലൊക്കെ കാണുമ്പോൾ അറിയാം, ഹനുമാനും ഗണപതിക്കും ഒക്കെ വായിന്ന്. ഇതെല്ലാം ഞാൻ നേരത്തെ പ്രസ്താവിച്ച പോലെ എല്ലാം ബൈബിളിനെ മിമിക്രി ചെയ്യുന്ന, ഇതിന്റെ ഓതർ സെയിം ആണല്ലോ. ലൂസിഫറിന് അറിയാമല്ല കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ഏലിയാവും ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് ഏലിയാവും മോശയുമാണ്. അവിടെ വായിൽ നിന്ന് തീ അയച്ചിട്ട് ശത്രുക്കളെ കൊല്ലുവാൻ സാധിക്കും, അത്ഭുതങ്ങൾ സാധിക്കും എന്നുള്ളതാണ് അവിടെ കാണുന്നത്. 2 സാക്ഷിയുടെ സുവിശേഷം 1260 ദിവസങ്ങൾ നീണ്ടു നിൽക്കും. അതുപോലെ നമ്മുടെ വേദപുസ്തകത്തിലെ കലണ്ടർ അനുസരിച്ച് 360 ദിവസങ്ങളുള്ള 3.5 വർഷക്കാലം. അപ്പൊ ആദ്യത്തെ 3.5 വർഷക്കാലമായിരിക്കും ഇവരുടെ ശുശ്രൂഷ ഉള്ളത്. 3.5 വർഷക്കാലം വീതമുള്ള 2 കാലയളവുകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. പിന്നെ അവസാനത്തെ 3.5 കൊല്ലമാണ് മഹാപീഡനം എന്ന് പറയുന്നത്. രണ്ടാമത്തെ 3.5 വർഷം ഈ 2 സാക്ഷികൾ രക്തസാക്ഷികളാകും. അവിടെയാണ് ഇപ്പൊ വായിച്ചതാണ് 7-ാം വാക്യത്തിൽ അന്തിക്രിസ്തു വന്നിട്ട് അവരെ ഈ 2 പേരെയും വധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഈ 2 സാക്ഷികൾ അവരുടെ ഈ വേല പൂർത്തീകരിക്കുന്നവരെ അവരെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അത് നമ്മുടെ എല്ലാം ജീവിതത്തോളം അന്വർത്ഥമാണ്. ദൈവം നമ്മളെ ഉദ്ദേശിക്കുന്ന നമ്മുടെ ആ ചുമതല തീരുന്നവരെ നമുക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. ഇവിടെ ഈ 2 സാക്ഷികളെന്ന് പറയുന്നത് അവരുടെ ആ വേല തീരുന്നവരെ ആർക്കും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. വേല തികച്ചു കഴിയുമ്പോഴാണ് അന്തിക്രിസ്തു വന്ന് അവരെ വധിക്കുന്നത്. ഇവരാരാണെന്നുള്ളത് പലരും പല കമന്റിൽ നോക്കിയാൽ 100,000 പിന്നെ കാര്യങ്ങളാണ് പറയുന്നത്. ചിലർ പറയുന്നത് ഹാനോക്കും ഏലിയാവുമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ്, മോശയും ഏലിയാവും എന്നുള്ളതാണ്. ഈ ചില ബൈബിളിൽ വ്യക്തമായിട്ട് ഇത് ആരാണെന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിലെ ബാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ഡിബേറ്റ് നടത്തിയ സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. എന്നാൽ ചില ലോജിക്കലായിട്ടുള്ള ചില കൺക്ലൂഷൻസ് നമുക്ക് ചില ക്ലൂസ് തന്നിട്ടുണ്ട് വേദപുസ്തകത്തിലെ. ക്ലൂസ് എന്നതിൽ ഒരു ക്ലൂ മലാക്കി 4:5-6, മലക്കായി 4-ാം അധ്യായം 5-6 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടുത്തെ ഇപ്പൊ ഈ ആ സമയത്തിന് മുമ്പ് ഏലിയാവിനെ നമ്മളെ ക്ലൂ ആയിട്ട് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാ
ചിലർ പറയുന്നത് ഹാനോക്കാന്ന് പറയാൻ കാര്യം എന്നാ, ഈ ഹാനോക്കും ഏലിയാവും ആണല്ലോ മരണം കാണാതെ എടുക്കപ്പെട്ടതുകൊണ്ട്. ആ ഒറ്റ റീസൺ ആണ് അവർ പറയുന്നത്. പക്ഷേ അതില് അപ്പൊ അവർ പറയുന്നത് ഒരിക്കൽ മരിക്കുകയും ന്യായവിധിയും ഒരു ജനിക്കുന്നവരെല്ലാവരും മരിക്കണം, അതുകൊണ്ടാണ് രണ്ടുപേരും. അതിന്റെ ചുരുക്കി പറഞ്ഞാൽ ആ പറയുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ഇപ്പൊ റാപ്ചർ നടക്കുകയാണെങ്കിൽ വിപ്ലവം നടക്കുക, നമ്മളാരും മരിക്കുന്നില്ലല്ലോ. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മഹത്വീകരിച്ച് പോവാണല്ലോ. അതുകൊണ്ട് ആ നിയമത്തിൽ വരുന്നില്ല. ജനിക്കുന്നവരെല്ലാം മരിക്കുന്നവരുടെ ലോക തത്വമാണ്. പക്ഷെങ്കിൽ റാപ്ചർ വരുമ്പോൾ, വിപ്ലവം വരുമ്പോൾ മരിക്കാതാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അതുപോലെ ട്രാൻസ്ഫോം ചെയ്തതായിരിക്കാം. എന്നാൽ ഇവിടെ കാണുന്ന ആകാശത്തെ അടയ്ക്കുന്ന അവിടുത്തെ അത്ഭുതങ്ങൾ, ഈ രണ്ട് സാക്ഷ്യത കാണിക്കുന്ന മോശ ചെയ്താണ്. പ്ലേഗ് വരുത്തുന്നതും ബാധകൾ വരുത്തുന്നത്, വെള്ളത്തെ രക്തമാക്കുന്നതെല്ലാം മോശ കാണിക്കുന്നത്, ഏലിയാവ് കാണിച്ചതാണ് അവിടെ മുഴുവൻ കാണുന്നത്. അല്ലാതെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധത്തിൽ ഹാനോക്കിന് യാതൊരു ബന്ധവുമില്ലല്ലോ. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ മോശയാണല്ലോ ബന്ധപ്പെട്ടിരിക്കുന്നത്. മറ്റേ ആർഗ്യുമെന്റ് എന്ന് പറയാൻ രണ്ടുപേരും ഉയർത്തെഴുന്നേറ്റിട്ടുള്ള ഒരു വാദം കൊണ്ട് അത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ തിരസ്കരിക്കപ്പെട്ട നമ്മൾ ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല. എന്നാൽ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഏലിയാവ് വന്ന് തിരസ്കരിക്കപ്പെട്ട നമ്മൾ തിരസ്കരിക്കപ്പെട്ടതുപോലെ ആണോ, ആ നിലയിൽ ആയിരിക്കണമില്ല. അത് ഒക്കെ സീക്രട്ടാണ്. അപ്പൊ ഏലിയാവ് വീണ്ടും വന്ന് മരിക്കണം. അതേസമയത്ത് ഹാനോക്ക് നമ്മൾ റാപ്ചറിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് പോലെ മഹത്വീകരിച്ച് ആയിരിക്കാം. എന്നാൽ വേറൊരു ക്ലൂ ഒന്നുള്ളത്, മത്തായി, ഇപ്പൊ സമയം ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. മത്തായി 17:3-4 വായിച്ച് അതിന്റെ അടുത്ത ക്ലൂ കൂടെ ഞാൻ മനസ്സിലാക്കാം. മത്തായി 17:3-4 മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നിനക്ക് സമ്മതമെങ്കിൽ ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറയും. അപ്പൊ ഇപ്പൊ ഇത് മനസ്സിലായല്ലോ. അപ്പൊ യേശു ക്രിസ്തുവിടെ മറുഭൂമിയിൽ വന്നപ്പം ഏലിയാവ് ഓൾറെഡി റിസക്റ്റഡ് ആണ്. മോശയും ഏലിയാവ് ഓൾറെഡി ഉയർത്തെഴുന്നേറ്റാണ്, നേരത്തെ തന്നെ പോയതാണ്. നമുക്കറിയാം. മോശയെ അവിടെ കാണുന്നുണ്ട് യേശു ക്രിസ്തു. അവിടെ തന്നെ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മോശയും ഏലിയാവുമാണ്. അതുകൊണ്ട് ഇപ്പൊ മറ്റ് ഹാനോക്കും ആണെങ്കിൽ നമുക്ക് ആത്മീയമായിട്ട് അതൊന്നും വ്യത്യാസം വരുന്നില്ല. എന്നാൽ ലോജിക്കലായിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത്, എന്റെ പഠിത്തത്തിൽ നിന്നും മറ്റ് മെജോറിറ്റി ആൾക്കാരും പറയുന്നത് ഏലിയാവ് മോശമാണെന്നുള്ളതാണ്. അതിനുള്ള ക്ലൂ ആണ് ഇപ്പൊ തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പം മണി 9 ആകുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും ഫ്യൂ മിനിറ്റ്സ് ചോദ്യം ചോദിക്കാനുണ്ട്, ബുധനാഴ്ച വായിച്ചാൽ ഞാനിത് കൺക്ലൂഡ് ചെയ്യും. പിന്നെ സ്വല്പം കൂടെ ഉണ്ട്, അതുകൊണ്ട് വരുന്നാഴ്ച ദൈവാനുവദിച്ചാൽ കൺക്ലൂഡ് ചെയ്യാം. ആർക്കെങ്കിലും ചോദ്യമുണ്ടോ ഇതിനോട് പറഞ്ഞതിനുള്ള ബന്ധത്തില്? ഇല്ല. ഓക്കെ, അങ്ങനെ ദൈവാനുവദിച്ച വരുന്നാഴ്ച ഞാനിത് കൺക്ലൂഡ് ചെയ്യാം. ഈ ഭാഗങ്ങൾ പിന്നെ ദേവാലയത്തെ കുറിച്ചും സംസാരിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. വെൽക്കം.